ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 853 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത ഗലാത്യർ 4 അധ്യായം 7 തിരുവചനം. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകും. മനുഷ്യസ്നേഹത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആന്തരിക സർപ്പത്താൽ നിർമ്മിതമായ ശത്രുതയുടെ വേലി പൊളിച്ചു കളഞ്ഞ് അവിശ്വാസികളെ തൻ്റെ ഉയർപ്പ് മൂലം ലജ്ജിപ്പിക്കുകയും ശിഷ്യന്മാരെ സന്തോഷിപ്പിക്കുകയും ചെയ്തത് എന്നെയും നിങ്ങളെയും പുത്രന്മാരും പുത്രികളും ആക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ്. ദൈവം നമുക്ക് അവകാശവും നൽകി. നമ്മളിനി ആരുടെയും അടിമകളല്ല. തൻ്റെ യാഗത്താലും ഉയർപ്പിനാലും കർത്താവ് നമ്മെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്. ഒരു ദാസന് സ്വാതന്ത്ര്യമോ അവകാശമോ ഇല്ലാതിരിക്കെ ദൈവം നമുക്ക് സ്നേഹവും സംരക്ഷണവും സ്വാതന്ത്ര്യവും അവകാശവും നൽകി. ആ പുത്രത്വത്തിൻ്റെ അവകാശം നമുക്കായി നീട്ടപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, ഉറച്ച വിശ്വാസത്തോടുകൂടെ അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളുമൊക്കെ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അതേ പ്രിയമുള്ളവരെ, വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നവർക്കാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ തക്കവണ്ണമുള്ളതായ അവകാശം ലഭിക്കുക. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുള്ള അനുഗ്രഹത്തിൻ്റെ അവകാശികളായി മാറുവാനുള്ള ഭാഗ്യം സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.